ഹായ് ഹലോ, അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ ലോങ് വീഡിയോ പോസ്റ്റാന്ന് പറഞ്ഞ് മുങ്ങിയ ഞാൻ ഇന്നാണിപ്പോൾ പൊങ്ങുന്നതല്ലേ. സത്യത്തിൽ മനഃപൂർവ്വം മുങ്ങിയതല്ല. കണ്ണ് വളരെ സീനാണ്. ദൂരെ നിന്ന് ഒരാൾ നടന്നു വന്നാൽ പോലും കാണാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണ്ണാടി വെച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം പിന്നെയും കണ്ണാടി വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതെടുത്ത് കളഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പക്ഷേ ഇനിയിപ്പം കണ്ണാടി വെക്കുന്നതിനെ പറ്റി എനിക്കറിയത്തില്ല എന്താവുമെന്ന്. വെച്ച് കഴിഞ്ഞാൽ കൊള്ളാവോ ഇല്ലയോ, എനിക്കതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എനിക്ക് കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ചേരത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം ചെന്നാൽ എന്തായാലും കണ്ണ് കാണിക്കാൻ ചെല്ലുമ്പം കാഴ്ചയില്ല, അടിച്ചു പോയി. അപ്പം പിന്നെ അവരെന്തായാലും കണ്ണാടി വെക്കാൻ പറയും. അപ്പോൾ എനിക്കത് ഭയങ്കര ബോറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനിയിപ്പോൾ കണ്ണല്ലേ നമുക്ക് വലുത്. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം, അത് തന്നെ നമ്മുടെ ഫ്രെയിം. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മൾ ഈ പിള്ളേരുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം കിട്ടിയാൽ കളയരുതെന്ന്. ആ സാധനം വെച്ച് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു ബോഹോ പെയിൻറ്റിങ്ങാണ് ഞാൻ ഇതിൻ്റെ അത് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ ഒക്കെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കേണ്ട. വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വരയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ബോഹോ പെയിൻറ്റിങ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നമുക്ക് ഫോട്ടോസ് എല്ലാം ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ബോഹോ പെയിൻറ്റിങ് തന്നെ ചെയ്യണമെന്നില്ല. പെയിൻറ്റിങ് അറിയാവുന്നവർക്ക് ഇച്ചിരി കൂടെ നല്ല പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിക്കണ്ടുപിടിച്ച് ഈ ബോഹോ പെയിൻറ്റിങ്ങിൻ്റെ ഇത് കിട്ടും. ഫ്രെയിമിന് ബ്ലാക്ക് കളർ അടിക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാണെങ്കിലും അടിച്ചാൽ മതി. ബ്ലാക്കല്ല ബ്രൗൺ ഒക്കെ ആണെങ്കിലും ഇച്ചിരി കൂടെ നന്നായിരിക്കും. ശേഷം നമ്മുടെ ആ ബോഹോ പെയിൻറ്റിങ് അതിൻ്റെ അകത്ത് നിന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3-4 എണ്ണം കിട്ടുവാണെങ്കിൽ നമ്മുടെ വാളിലൊക്കെ ഒട്ടിക്കുമ്പം ഇച്ചിരി കൂടെ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുന്നത് ചുമ്മാ ഇരുന്ന് വായിക്കാം.